ഒപ്പം തന്നെ ഈ കേസ് ലോകായുക്ത കേസിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ താനൂർ ബോട്ട് ദുരന്തവുമായിട്ടുള്ള കേസ് കൂടി പരിഗണനയ്ക്ക് വരുന്നില്ലേ? തീർച്ചയായും താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട കേസും ഇന്ന് പരിഗണിക്കും. അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ബോട്ടുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് സർക്കാർ കോടതിയെ അറിയിക്കേണ്ടി വരും. അത്തരത്തിലാണ് ഈ താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതിയിൽ വരിക. അതായത് നേരത്തെ തന്നെ സംസ്ഥാനത്തെ ബോട്ടുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അത് ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, അത് മാത്രവുമല്ല ഇതിന്റെ ഓണർമാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. നേരത്തെ തന്നെ ഇത് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്. വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചില ഇടക്കാല ഉത്തരവുകൾ നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതായത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് നൂറുകണക്കിന് ബോട്ടുകൾ ടൂറിസം രംഗത്തുണ്ട്. സമാനമായ സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ എവിടെയും ആവർത്തിക്കപ്പെടാമെന്നും കോടതി നേരത്തെ പറഞ്ഞിരുന്നു. നിയമത്തെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം, ജീവൻ ഇനിയും പൊലിയരുത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരത്തെ സ്വമേധയാ കേസെടുത്തത്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പ്രദേശവാസികൾക്കൊക്കെ ഹൈക്കോടതി അഭിനന്ദനം അറിയിച്ചിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ മറ്റ് ബോട്ടുകളുടെ ഒക്കെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതി ഇന്ന് കൂടുതൽ വ്യക്തമാക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള സാധ്യതയാണ് ഈ കേസിൽ കാണുന്നത്. എബി.